നിലമ്പൂരിലെത്തിയ SUCI ഡ്യൂപ്ലിക്കേറ്റ് ആശമാരല്ല, നല്ല 916 പത്തരമാറ്റ് തനി തങ്കം ആശമാർ ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിൻ്റെ മാസപ്പടി കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ആരുടെ വാർത്താ സമ്മേളനത്തിന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആശമാരടങ്ങുന്ന സംഘടനയുടെ പ്രതിനിധികൾ വാർത്താ സമ്മേളനം നടത്താൻ വന്നപ്പോൾ അതിന് മാപ്രകൾക്ക് വലിയ താല്പര്യമില്ല. അവർക്ക് മുന്നിലുള്ള മൈക്കുകളുടെ എണ്ണം നോക്കി. ഇതിപ്പോൾ SUCI ആശയാണ് അവിടെ ഇരുന്നതെങ്കിൽ മൗദൂദി ചാനൽ ഉൾപ്പെടെയുള്ള സകലമാന മൂർഖം പാമ്പ് മാപ്രകളും അവിടെ നിരന്നേനെ. പക്ഷേ യഥാർത്ഥ കാര്യത്തെ സംബന്ധിച്ചും ആശമാരായിട്ട് ഫീൽഡിൽ ജോലി ചെയ്യുന്ന യഥാർത്ഥ ഒറിജിനൽ ആശമാർ മാധ്യമങ്ങളെ കാണാൻ വരുമ്പോൾ അവർ പറയുന്നത് നാട്ടുകാരെ കേൾപ്പിക്കാനായിട്ട് താല്പര്യമില്ല. കാര്യം നുണക്കോട്ടകൾ പൊളിയുമല്ലോ. നമ്മൾ സ്ക്രിപ്റ്റിട്ട് സതീശന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകമാണല്ലോ SUCIയുടെ ഉടായ്പ് ആശമാരെ കളത്തിലിറക്കി അവർക്ക് ദിവസപ്പടി കൊടുത്ത് ചെല്ലും ജലവും കൊടുത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കിടത്തിയതുപോലെ തന്നെ അവർക്ക് ദൈനംദിനം 220 രൂപയേ ഉള്ളൂ എന്നൊക്കെ ദാരിദ്ര്യവാസം പറഞ്ഞിട്ട് വണ്ടിയും പിടിച്ച് നിലമ്പൂർ വന്ന് അവിടെ താമസിച്ച് പ്രചരണം നടത്താനൊക്കെ ഇഷ്ടം പോലെ പണം ഇതെവിടെ നിന്നാണ് കിട്ടുന്നത് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അവിടെയാണ് SUCI മിനിയുടെ നേതൃത്വത്തിലുള്ള ഉടായ്പ് ആശമാരെ ഫാൻസി ഡ്രസ്സ് കെട്ടി അവിടെ പ്രചരണത്തിന് കൊണ്ടുവന്നിരിക്കുന്നത്. മിനി ആശാ വർക്കർ ആണോ എന്നുള്ള കാര്യം പല ആളുകളും വിമർശനാത്മകമായി ചോദിക്കുന്നുണ്ട്. മിനി ആശാ വർക്കർ ആണോ എന്ന് സോഷ്യൽ മീഡിയയിലടക്കം എഴുതി ചോദിക്കുന്ന സാഹചര്യം മിനി കണ്ടിട്ടുണ്ടാകും. അതിനോട് എന്താണ് പ്രതികരണം? ആശാ വർക്കർ ആണോ എന്നൊരു ചോദ്യം. ആശാ വർക്കറല്ല. ആശാ വർക്കർ ആണോ എന്നൊരു ചോദ്യം. ആശാ വർക്കറല്ല. ആശാ വർക്കർ ആണോ എന്നൊരു ചോദ്യം. ആശാ വർക്കറല്ല. ആ പ്രചരണത്തിന്റെ നോട്ടീസ് അടിക്കാൻ വരെ അവരിൽ ഇഷ്ടം പോലെ പണം. അന്നന്നത്തെ അന്നത്തിന് പണമില്ല എന്ന് പറഞ്ഞിരുന്നവരാണ് ഇപ്പോൾ ഈ ഹൈടെക് പ്രചരണം അവിടെ നടത്തുന്നത്. അതിന് പിന്നാലെ നിലമ്പൂരിലുള്ള ആശാ വർക്കർമാർ അവർ അവിടെ സ്വരാജിന് പ്രചരണം നടത്തുന്നുണ്ടെന്നും എന്താണ് ആശാ വർക്കർമാർക്ക് ഇപ്പോൾ കിട്ടുന്ന വേതനത്തെ സംബന്ധിച്ചുള്ള പ്രതികരണം വിശദീകരിച്ചപ്പോൾ അതിനെ മുക്കിയ ആ മാതൃകയുണ്ടല്ലോ, നിങ്ങൾ കാണാതെ പോകരുത്. എന്തായാലും ഉടായ്പല്ല, ഒറിജിനൽ ആശമാർ നടത്തിയ പ്രതികരണം നിങ്ങൾ കേൾക്കേണ്ടിയിരിക്കുന്നു. അവർ പറയുന്ന വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. സർക്കാർ കൊടുക്കുന്ന ഓണറേറിയത്തിൽ അവർ സംതൃപ്തരാണോ എന്ന് കേട്ടു നോക്കൂ. അതുകൊണ്ടായിരിക്കാം അവർ കിട്ടുന്നത്. എല്ലാ വാർഡിലും ഒരുപോലെ ലഭിക്കുകയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളായിരിക്കെയാണ് കേന്ദ്ര ഗവൺമെന്റിനുള്ള ലക്ഷണമില്ലാതെ ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടാതെ സംസ്ഥാന ഗവൺമെന്റ് ഓണറേറിയം 21 മാത്രം നിങ്ങൾക്ക് ഇൻസെന്റീവിന്റെ വർധനവ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് SUCI നടത്തുന്ന സംഘനാടകം അത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ആശമാർ അത് മനസ്സിലാക്കി. ഒരുപക്ഷെ ഈ സമരത്തോടനുബന്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ വാർത്തകളിൽ വീടുകളിൽ ചെല്ലുമ്പോൾ എന്താണ് ഒരു ആശ അല്ലെങ്കിൽ ആശയ്ക്ക് കിട്ടുന്ന പ്രതിഫലം? ഒരു കുഞ്ഞിനെ കുത്തിവെപ്പിച്ച് അല്ലെങ്കിൽ അവരെ വിളിച്ചാൽ 20 രൂപ കിട്ടും എന്നുള്ള ഒരു മാനസിക പ്രയാസത്തിലേക്ക് പോയി എന്നുള്ളത് വളരെ വാസ്തവമാണ്. അത് ശരിക്കും ഒരു വിഭാഗത്തിലെയും ആളുകൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി കാണത്തില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു പരിഹാസപൂർവമായി എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെല്ലാവരും സ്വരാജിനെ ജയിക്കുന്നതിന് വേണ്ടി ഉണ്ടാവും എന്നുള്ളതിന്റെ ആവശ്യമാണ്. മറ്റ് വീട് കയറിയുള്ള പ്രചരണം തന്നെ നടത്തുമെന്നുള്ളതാണ്. വീട് ഞങ്ങൾ 2 ദിവസം കയറി. ഇന്നലെ മെഡിക്കാനായിട്ട് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പഞ്ചായത്തിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ പോയിരുന്നു. ഇപ്പം ശരിക്കും നാളെ മറ്റന്നാളുമാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നാളെ മറ്റന്നാളും ശരിക്കും അവധിയാണ്. SUCIയുടെ നേതൃത്വത്തിലുള്ള സംഘടന അവര് വ്യാപകമായ പ്രചാരണം നൽകിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളെ കൂടുതൽ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ആദ്യം ഒരു പുകമറയായിരുന്നല്ലോ. ഒരുപക്ഷെ മാധ്യമങ്ങളടക്കം പറഞ്ഞിരുന്നത് 7000 മാത്രമേ ഉള്ളൂ എന്നാണല്ലോ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. പിന്നെയാണല്ലോ ഫിക്സഡ് ഇൻസെന്റീവ് 3000 ഉണ്ട്, അതിനുശേഷം ജനറൽ ഇൻസെന്റീവ് ഉണ്ട്. ഇതെല്ലാം പിന്നെയല്ലേ വരുന്നത്. അപ്പൊ എന്ന് പറയുന്ന പോലെ എന്താണ് ശരിക്കും ആശ എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് തന്നെ അറിയാം. ഈ പറയുന്ന 90 വരെ 98% ആശമാർക്ക് അറിയാം ഞങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, എത്ര സമയം, ഒരു മാസം എത്ര ദിവസം ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, അതിനുള്ള പ്രതിഫലം എങ്ങനെയാണ്, ഇതെല്ലാം ഞങ്ങൾക്കറിയാം കൃത്യമായിട്ട്. അതെല്ലാം പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഇത് പറയാൻ കഴിയില്ല. അവരെ നയിക്കുന്നത് പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ്, വർക്കർമാരല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ ഇരിക്കുന്നവരെല്ലാം ആശമാരാണ്. ഒരാൾ പോലും പുറത്തുനിന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ സിസ്റ്റത്തിനകത്ത് എന്താണ് ജോലി ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെ എത്ര ആശമാരാണ് മണ്ഡലത്തിൽ? 233. ടീമിലില്ല. 5% ആളുകളെ അവർ കൂടെ ഉണ്ടായിരിക്കും. ബാക്കി മുഴുവൻ ആളുകളും നമുക്ക് പണം സ്വഭാവമാണ്. ഇതിലുണ്ടായിരുന്നു. ഇതിലെങ്ങനെയാണ് പറയുന്നത് ആളുകൾ ഉണ്ടായിരുന്നു.
തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇവിടെ എത്ര പേരടങ്ങിയ ഒരു ടീമാണ്? ഞങ്ങൾ ഒരു 25, 26, 27 ആളുകളൊക്കെ അടങ്ങിയ ടീമാണ്. ടീമോ അതോ രണ്ടായിട്ട് വിഭജിച്ചിട്ട് ഉള്ള ടീമുകളാണ് വീടുകൾ കയറി പ്രചാരണം നടത്തുന്നത്. എല്ലാ പഞ്ചായത്തിലും പോകുന്നു. സർക്കാർ പ്രതിഫലം പറ്റിക്കൊണ്ട് ഇത്തരത്തിൽ പരസ്യമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങുന്ന ആശമാരെ ഏത് വിഭാഗമാണെങ്കിലും അത് ശരിയാണോ? വരുന്നവർക്കൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങേണ്ട അല്ലെങ്കിൽ അങ്ങേറ്റെന്നുള്ള രീതിയിലേക്കൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ മത്സരിക്കുന്നുണ്ടല്ലോ. 999 ജനപ്രതിനിധികളുണ്ടല്ലോ നമ്മുടെ കൂടെ. പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, വൈസ് പ്രസിഡന്റുമാരുണ്ട്, വിവിധ മേഖലയിൽ ജനപ്രതിനിധികളായിട്ട് ഇപ്പോൾ നിലവിലുണ്ട്. തൊഴിലാളികളും അല്ലല്ലോ ജീവനക്കാരും സിസ്റ്റം ഞങ്ങൾക്ക് മത്സരിക്കാം, നമുക്ക് ഇടപെടാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർക്കാർ ഇതിനൊരു നിബന്ധന വെക്കേണ്ടതല്ലേ? ഒരാഴ്ചയിൽ മേലെ തന്നെയാണ് ഇന്നലെ വിളിക്ക് 2 ദിവസം ഇട്ടാണ്. നിങ്ങൾക്ക് ഈ 7,000 എന്നുള്ളത് 21,000 വേണ്ടെന്നാണോ? അങ്ങനെയല്ല, ഞങ്ങൾക്ക് വരുമാനം വർദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ തൊഴിലാളികളെ അംഗീകരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ഓണറേറിയം ഉൾപ്പെടെ ഇല്ലില്ല, തൊഴിലാളികളെ അംഗീകരിക്കണമെന്ന് അവരൊരിക്കലും പറയുന്നില്ല. അവർക്ക് ഓണറേറിയം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരണം. ആ നിലപാടിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ലല്ലോ, അത് ഒരു മാസം മുമ്പേ എനിക്ക് തോന്നുന്നു ഒരാഴ്ച TV ചാനലുകളെല്ലാം ചർച്ചയായിരുന്നു. അതിന്റെ ആ പ്രകടന പത്രിക ഉൾപ്പെടെ കാട്ടുന്നുണ്ടല്ലോ. എന്താണ് പറഞ്ഞത്? ഈ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവും, അല്ലെ വർദ്ധിപ്പിക്കുമെന്നാണ്. അത് സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യം 700 രൂപ. മിനിമം കൂലി 700 തൊഴിലാളികൾക്ക് മിനിമം കൂലി 700 രൂപ ആക്കുന്ന രീതിയിലേക്ക് ശ്രമിക്കാനുള്ളതാണ്. ഈ മേഖലയെ സംബന്ധിച്ച് സെൻട്രൽ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ആകുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് തൊഴിലാളികളായി അംഗീകരിച്ചാൽ മാത്രമേ സംസ്ഥാന സർക്കാർ നമ്മുടെ മേലെ ഇങ്ങനെ ഉള്ള വർധന ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് പ്രകടന പത്രികകളൊക്കെ തന്നെ ബഹുമാനപ്പെട്ട മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. അത് വീണ്ടും 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 അത് ചോദിക്കുക എന്ന് പറയുന്നത് നമ്മളത് എത്രയോ തവണ വായിച്ചതും കണ്ടതും കേട്ടതുമാണ്. അതിപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. സ്കീം വർക്കർമാർ ആരാണ് ഇന്ത്യയിൽ? 1 കോടിയോളം വരുന്ന സ്കീം വർക്കർമാരുണ്ട്. ആശ, അംഗൻവാടി, സ്കൂൾ പാചകം, NHM. അവരെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അപ്പൊ ഇന്ത്യയിലുള്ള മറ്റു ആശമാരൊന്നും തൊഴിലാളികൾക്ക് വേണ്ട, അവർക്ക് വർധനവ് വേണ്ട, ഒന്നും വേണ്ട. കേരളത്തിലെ ആശമാർക്ക് മാത്രമേ എല്ലാവർക്കും വേണ്ട. ഇന്ത്യയിൽ തന്നെ 10 ലക്ഷം ആശമാരാണുള്ളത്. ഇവിടെ 26,125 ഉള്ളൂ. ബാക്കി കിടക്കുന്ന ബാക്കി സ്റ്റേറ്റിലല്ലേ. അപ്പൊ എല്ലാവരെയും തൊഴിലാളികളായി അംഗീകരിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. തൊഴിലാളികളാക്കുമ്പോൾ ബാക്കിയുള്ള മിനിമം വേതനത്തിന്റെ ആക്ടിലേക്ക് കാര്യങ്ങൾ വരുന്നു. ബാക്കിയുള്ള ബെനിഫിറ്റ് എല്ലാം പിന്നെ വരികയല്ലേ. ഇതിപ്പോ ഓണറേറിയം മാത്രം മതി, ബാക്കിയൊന്നും വേണ്ട. എനിക്ക് ബാക്കിയുള്ള സാമൂഹ്യ സുരക്ഷ വേണ്ട, ആരോഗ്യ സുരക്ഷ വേണ്ട, ഒന്നും വേണ്ട. അല്ലെങ്കിൽ ഒരു 62 വയസ്സാകുമ്പം പിരിഞ്ഞു പോകണം. അല്ല, വേറെ ഒന്നും വേണ്ട എന്നാണോ പറയുന്നത്? നമ്മളെ തൊഴിലാളികളെ അംഗീകരിക്കേണ്ട, അങ്ങനെയാണോ പറയാ? അതല്ലല്ലോ. സർക്കാർ ഒരു ഉന്നതതല സമിതിയെ നിയോഗിച്ചിരുന്നു. ആ ഉന്നതതല സമിതി നിങ്ങളുമായി സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ അത് രൂപീകരിച്ചതല്ലേ ഉള്ളൂ. 1 മാസമായല്ലോ. 1 മാസമായി. അത് കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അവര് എല്ലാ ജില്ലകളിലും ആശമാരിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ലാസ്റ്റിലേ വരുവുള്ളൂ. യൂണിയൻ രീതിയിലുള്ള എല്ലാ ട്രേഡ് യൂണിയനുമായിട്ട് ചർച്ച നടത്തും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് അവര് വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ നമ്മളെ സമീപിക്കുകയുള്ളൂ. കൃത്യമായ വിവരം താഴെ തട്ടിൽ നിന്നാണല്ലോ ശേഖരിക്കപ്പെടുക. അതിനുശേഷം ഉണ്ടാവും. സംസ്ഥാന സർക്കാർ എല്ലാ ഇടപെടലുകളും തൃപ്തരാണ്. ആദ്യത്തെ ക്വാളിഫിക്കേഷൻ 8ാം ക്ലാസ് ആയിരുന്നു. പിന്നെ ഇപ്പൊ വന്നപ്പോ 10ാം ക്ലാസ്. പക്ഷെ 10ാം ക്ലാസ് പാസ്സാകാത്ത മുഴുവൻ ആശമാരെ ഉന്നതി എഴുതിപ്പിച്ച് പാസ്സാക്കിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. അതിനുശേഷം കമ്പ്യൂട്ടറിന്റെ പരിജ്ഞാനം എന്ന് പറയുമ്പോൾ ബാലപാഠമാണ്, അതിന്റെ സാക്ഷരത, അതും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ OP സെക്ഷനിൽ അടക്കം ഞങ്ങൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ വർക്കുകളൊക്കെ നടത്തുന്നത്. വിദ്യാഭ്യാസം കൊടുക്കുന്നത് 10ാം ക്ലാസ് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് അതിന്റെ ഫീസ് അടക്കം കൊടുക്കുന്നത് ഗവൺമെന്റാണ്. ഇപ്പൊ +2 എഴുതിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ആശമാര് +2 എഴുതി പാസ്സായിട്ടുണ്ട്. ഇതെല്ലാം സർക്കാർ ചെയ്യാണ് ആശമാർക്ക് വേണ്ടി. ഞങ്ങളെ ചേർത്ത് നിർത്തുന്നുണ്ട്. ഫണ്ട് വാങ്ങി +2 എഴുതുന്ന ഒരാളാണ്. അതെ, പരീക്ഷാ ഫീസ് 2 ടേമിന്റെയും പരീക്ഷാ ഫീസ് അടച്ചത് NHM ആണ്.
കേരള ഗവൺമെന്റ് ആട്ടോ എന്റെ ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ചില തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഫാൻസി ഡ്രസ്സ് കെട്ടി ഉഡായിപ്പുകളെ ഇറക്കേണ്ടി വരുമല്ലോ. ജനങ്ങളുടെ അറ്റൻഷൻ കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് മാപ്രകൾക്കും പണം കൊടുത്ത് മാനേജ്മെൻറ്റിനും പൈസ ഇറക്കി അവരെ കൊണ്ട് ചില വാർത്തകൾ ബിൽഡ് ചെയ്യിക്കുന്നതിനപ്പുറം SUCIയുടെ ഉഡായിപ്പ് ആശമാരും യഥാർത്ഥ ആശമാരും തമ്മിലുള്ള പ്രതികരണത്തിൻ്റെ വ്യത്യാസമാണ് നിങ്ങൾ കണ്ടത്. അവർക്ക് കിട്ടുന്ന ഓണറേറിയം കുറവാണ്. പക്ഷെ കൂട്ടിക്കൊടുക്കേണ്ട കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കാതെ സംസ്ഥാന സർക്കാരിൻ്റെ ചുമലിൽ കൊണ്ടുവച്ച് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഓണറേറിയം കൊടുക്കുന്നവരെ അപഹസിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കൊട്ടേഷന് പിന്നിൽ ചില കുബുദ്ധികളുണ്ട്, അതിന് ചില സ്പോൺസർമാരുണ്ട്. ആ സ്പോൺസർമാരാണ് ഇവർക്ക് വേണ്ടി വായിട്ടലയ്ക്കുകയും ഇവർക്ക് വേണ്ടി വാർത്താ പ്രളയം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.